പുതുക്കാട് മുപ്പളിയം ഇഞ്ചക്കുണ്ട് റോഡരികിൽ കാൽനടയാത്രക്കാർക്ക് ഭീഷണിയായി റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടും പാഴ്ചെടികളും വെട്ടിമാറ്റണമെന്ന് ആവശ്യമുയരുന്നു. മുപ്പളിയം പാലം മുതൽ നന്ദിപുലം സെന്റർ വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളിലും കുറ്റിക്കാടും പടർപ്പുകളും തിങ്ങിനിറഞ്ഞ് കാൽനടയാത്ര പോലും അസാധ്യമായ അവസ്ഥയാണുള്ളത്. ഇരുവശത്തുനിന്നും ഒരേ സമയം വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർ റോഡരികിലെ കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിലാണ്. അല്ലാത്ത പക്ഷം വാഹനം തട്ടി അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ്. പ്രഭാത സവാരിക്കിറങ്ങുന്ന ആളുകളെ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇരു സൈഡിലും ഓരങ്ങളില് കുറ്റിക്കാടുകളും അതുപോലെ തന്നെ പടർപ്പുകളും പടർന്നു പിടിച്ച് കാൽനട യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് PWD KRFB അധികൃതരാണ്. ഈ രാവിലെ തന്നെ നടക്കാനിറങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരടക്കം നടക്കാനിറങ്ങുമ്പോൾ ഈ കുറ്റിക്കാട്ടിൽ നിന്ന് തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്നത് നിത്യസംഭവങ്ങളാണ്. അതിലുപരിയായിട്ട് 2 വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിലേക്ക് ഇറങ്ങി നിൽക്കണം, അല്ലെങ്കിൽ നമ്മളെ തട്ടിപ്പോവും, നമ്മൾ പടാവും. അപ്പോൾ അതിലൊരു തീരുമാനമാവും. അപ്പോൾ ഇത് ഒരു പൗരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം അവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ KRFB എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ജീവനും സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിന് ഉത്തരവാദിത്തമുണ്ടെന്നും അപകടങ്ങൾക്ക് കാത്തുനിൽക്കാതെ കാട് വെട്ടിമാറ്റി കാൽനടയാത്ര സുരക്ഷിതമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ മുപ്ലിയം സ്വദേശി KG രവീന്ദ്രനാഥ് അധികൃതർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു.